റബ്ബർ കർഷകരോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണന തുടരുന്നു. വിലത്തകർച്ച നേരിടുന്ന കർഷകനെ സഹായിക്കാൻ മാർഗ്ഗങ്ങളില്ല എന്ന് വാണിജ്യ മന്ത്രാലയം. റബ്ബർ സംഭരണത്തിനും അടിസ്ഥാന വില നിശ്ചയിക്കുന്നതിനും പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടില്ല. വിലത്തകർച്ചയെക്കുറിച്ച് പഠനം നടത്തിയിട്ടില്ലെന്നും വാണിജ്യ മന്ത്രാലയം വ്യക്തമാക്കി. റബ്ബർ കർഷകർ കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ 17-ാം തീയതി മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ജോയ്സ് ജോർജ്, മുഹമ്മദ് ഫൈസൽ എന്നിവർ കേന്ദ്ര വാണിജ്യ മന്ത്രി നിർമ്മല സീതാരാമനോട് ലോക്സഭയിൽ 5 ചോദ്യങ്ങൾ ചോദിച്ചത്. എന്നാൽ ഇതിന് രേഖാമൂലം നൽകിയ മറുപടിയിൽ റബ്ബർ കർഷകർക്ക് പ്രതീക്ഷ നൽകുന്ന ഉത്തരങ്ങൾ ഇല്ലെന്ന് മാത്രമല്ല, കർഷക മേഖലയെ പൂർണ്ണമായും അവഗണിക്കുന്ന നിലപാടുകളാണ് ഉള്ളത്. വിലത്തകർച്ച തടയാൻ എന്തെങ്കിലും മാർഗം സ്വീകരിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് കാലാവസ്ഥാ വ്യതിയാനം അടക്കമുള്ള മുടന്തൻ ന്യായങ്ങൾ നിരത്തി ഇല്ല എന്ന മറുപടിയാണ് നൽകിയത്. കർഷകരെ സംരക്ഷിക്കാൻ പദ്ധതികളുണ്ടോ എന്ന ചോദ്യത്തിന് പുനരുദ്ധാരണ പാക്കേജുകളൊന്നും ഇല്ലെന്നാണ് മറുപടി. കൂടാതെ അടിസ്ഥാന വില നിശ്ചയിക്കുന്നതിന് പദ്ധതികളില്ലെന്നും പ്രത്യേക റബ്ബർ നയമില്ലെന്നും വാണിജ്യ മന്ത്രാലയം മറുപടി നൽകിയിട്ടുണ്ട്. ഇതിലേറ്റവും ശ്രദ്ധേയം റബ്ബർ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന മറുപടിയാണ്. രാജ്യത്തുടനീളം സഞ്ചരിച്ച ഉപസമിതി നടത്തിയ പഠനങ്ങൾ പോലും പരിഗണിക്കാതെയാണ് വാണിജ്യ മന്ത്രാലയത്തിന്റെ ഈ മറുപടി എന്നാണ് ആരോപണം. ടോബി ജോൺസൺ, മീഡിയ 1, കോട്ടയം.